ഹായ് ഹലോ, ഐ ആം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പൊ നമ്മള് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് SSLCയിലെ, അതായത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര ആയിരുന്നു. ആകെ മൊത്തം 14 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ 6 ഭാഗങ്ങളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിന്റെ 5ാമത്തെ ഭാഗം നമുക്ക് ഇന്ന് പരിചയപ്പെടാം. 4 ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സമ്മ് വരെ ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. എന്നിട്ട് സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, എന്ത് ടേം തന്നതിന് ശേഷം സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നവരെ നമ്മൾ പഠിച്ചു. ഇനി നമ്മള് ഈ ഭാഗം 5ാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോണത് സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ട്, എന്തിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് വരുന്നത്? സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നിട്ട് നമ്മൾ അതിന്റെ അകത്തുനിന്ന് എന്ത് ടേമിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ ഭാഗം വരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചവർക്ക് ഈ ഭാഗം വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പൊ നമുക്ക് അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോബ്ലത്തിലോട്ട്. ഒറ്റ പ്രോബ്ലം, അതായത് ഈ 11ാമത്തെ പ്രോബ്ലം മാത്രമേ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ 5, 1, 2, 3, 4, 5 ഭാഗങ്ങളായിട്ടാണ്. എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട്, ഡി പാർട്ട്, ഇ പാർട്ട് വരെയാണ് നമുക്കുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് നമുക്ക് നോക്കാം. The sum of first n terms of an arithmetic sequence are given below. എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസുകളും സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. എന്തിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്? സം. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എ പാർട്ട് ക്വസ്റ്റ്യൻ തന്നെ ആദ്യം ചെയ്യാം. എ പാർട്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് n, ഞാനിവിടെ ഈ ഒരു ചിഹ്നം ഇട്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു റേസ് ടു ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ചിഹ്നത്തിന് എന്താണ് റേസ് ടു എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കിപ്പം എഴുതുമ്പോൾ അതങ്ങ് എഴുതി പോവാം. പക്ഷെ ഇവിടെ ആ ചിഹ്നമാണ് കിടക്കുന്നത്. ആ ചിഹ്നം അപ്പൊ നിങ്ങൾ നോക്കിക്കോണം. ആ ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ റേസ് ടു ആണ്. അപ്പൊ ഞാൻ n റേസ് ടു 2 എന്ന് പറഞ്ഞാൽ n² + 2n. ഈ തന്നിരിക്കുന്ന എ പാർട്ട് ക്വസ്റ്റ്യൻ n² + 2n എന്ന് പറയുന്നത് സമ്മിന്റെ എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അപ്പൊ ഞാൻ അതിനെ എന്താ നിൽക്കുന്നു? Sn = n² + 2n. നമുക്കൊരു കാര്യം ചെയ്യാം. സമ്മിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? എന്ത് ടേമിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇത് ഈ തന്നിരിക്കുന്നതിന്റെ അകത്ത് n ഉള്ളിടത്ത് 1 ഇട്ട് കൊടുക്കാം. എന്നുള്ള സമ്മിന്റെ അകത്ത് n ഉള്ളിടത്തല്ല എന്തിട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും എന്ന് പറഞ്ഞ n² + 2n അല്ലേ? അപ്പം എന്താണ് n² + 2n ന്റെ അകത്ത് n ഉള്ളിടത്ത് 1 ഇടുമ്പോ എന്ത് വരും? 1² + 2n ദാറ്റ് ഈസ് ഈക്വൽ ടു 1² 1 + 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 2 × 1 1 + എന്താണ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പൊ എന്ത് കിട്ടി? n ഉള്ളിടത്ത് 1 ഇട്ട് കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം. എന്താണ് ഫസ്റ്റ് ടേം? എന്താണ്? അപ്പൊ എന്ത് കിട്ടി? ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടാൻ പാടൊന്നുമില്ല. സമ്മിന്റെ അകത്ത് n ഉള്ളിടത്തല്ല എന്തിട്ട് കൊടുത്താൽ മതി? 1 ഇട്ട് കൊടുത്താൽ മതി. ഒരൊറ്റ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാൽ മതി. ബാക്കിയെല്ലാം സിമ്പിളാണ്. ബാക്കിയെല്ലാം ഇതേപോലെ അങ്ങ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എടുക്കാം. ഇനി n ഉള്ളിടത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? n ഉള്ളിടത്ത് 2 ഇട്ട് കൊടുക്കാം. നമുക്കറിയാം n ഉള്ളിടത്ത് 2 ഇട്ട് കൊടുക്കാൻ നമ്മുടെ ആ സമ്മിന്റെ എക്സ്പ്രഷൻ എന്താണ്? n² + 2n. അവിടെ n ഉള്ളിടത്ത് നമുക്ക് 2 ഇട്ട് കൊടുക്കാം. അപ്പൊ n ഉള്ളിടത്തെല്ലാം 2 ഇടുമ്പോൾ 2² + 2 × 2, 2² എന്ന് പറഞ്ഞാൽ 4 + 2 × 2 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. അപ്പൊ n ഉള്ളിടത്ത് 2 ഇട്ട് കൊടുത്തപ്പോ എന്ത് കിട്ടി? 8 കിട്ടി. അപ്പൊ നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരും, n ഉള്ളിടത്ത് 1 ഇട്ട് കൊടുത്തപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി, n ഉള്ളിടത്ത് 2 ഇട്ട് കൊടുക്കുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടുമെന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് സം ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ n ഉള്ളിടത്ത് 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ 8 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും കൂടെ തുകയായിരിക്കും. നമുക്ക് n ഉള്ളിടത്ത് 2 ഇട്ട് കൊടുത്തപ്പോൾ കിട്ടിയ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ് നമുക്ക് എന്ത് 8 എന്ന് കിട്ടും. നമുക്കറിയാം ഫസ്റ്റ് ടൈം നമുക്ക് എത്ര ഉണ്ട്? 3. അപ്പൊ 3 പ്ലസ് സെക്കൻഡ് ടൈം എത്രയാണെന്ന് അറിയില്ല. സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു 8. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം? സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 8. ഈ +3 ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -3 ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടാം? 5 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ടൈം എത്ര കിട്ടി? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം 3 കിട്ടി. സെക്കൻഡ് ടൈം എത്ര കിട്ടി? 5 കിട്ടി. നമുക്ക് ഇനി ഇതേ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അങ്ങ് എഴുതി പോവാം. എന്തായിരുന്നു നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട ഫസ്റ്റ് ടൈം അല്ലെ? ആദ്യം ഫസ്റ്റ് ടൈം എഴുതും, പിന്നെ സെക്കൻഡ് ടൈം എഴുതും. അങ്ങനെയാണ് എഴുതി പോകണം. ഇവിടെ ഫസ്റ്റ് ടൈം എത്ര ആണുള്ളത്? 3 ദാറ്റ് ഈസ് 3, സെക്കൻഡ് ടൈം എത്ര ആണുള്ളത്? 5 ദാറ്റ് ഈസ് 5 എക്സെട്ര. നമുക്കറിയാം ഫസ്റ്റ് ടൈം f ഈസ് ഈക്വൽ ടു 3. ഇത് കോമൺ ഡിഫറൻസ് d കണ്ടുപിടിക്കുക. 5 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ എഫും കിട്ടി,
ആ ഡിയും കിട്ടിയല്ലോ. നമുക്കറിയാം എക്സ് എന്നിന്റെ ഇക്വേഷൻ എന്തോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് എൻ ദാറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് nth ടേം, ദാറ്റ് ഈസ് എക്സ് എൻ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ച ഈ ഡി ഉള്ളിടത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് എഫിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം 3 മൈനസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് 3 മൈനസ് 2 എത്രയാണ് 1. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് nth ടേം. ഫ്രം എവിടുന്ന് സമ്മിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, nth ടേമിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതൊന്നുകൂടെ ക്ലിയർ ആവും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്, ആ സമ്മിന്റെ തന്നിട്ടുണ്ട്, അതായത് എസ് എൻ തന്നിട്ടുണ്ട്. എത്രയാണ് ആ 2n സ്ക്വയർ പ്ലസ് n. ഇത് സ്ക്വയർ ആണേ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, n ഉള്ളിടത്ത് 1 ഇട്ട് കൊടുക്കാം. n ഉള്ളിടത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, ആ 2 into 1 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1 സ്ക്വയർ എത്ര 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 33. ഇനി എക്സ്, അപ്പം എക്സ് ഉള്ളിടത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്ത് തന്നെയാണ് ഫസ്റ്റ് ടേം. അപ്പൊ ഞാൻ എഴുതുന്നു ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം ഫസ്റ്റ് ടേം എന്താണ് 3. ഇനി n ഉള്ളിടത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം, n ഉള്ളിടത്ത് നമുക്ക് 2 ഇട്ട് കൊടുക്കാം. അപ്പൊ n ഈസ് ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്തുവാ 2n സ്ക്വയർ അല്ലേ. അപ്പൊ 2 into 2 സ്ക്വയർ പ്ലസ് n ഉള്ളിടത്ത് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 സ്ക്വയർ എത്ര 4 പ്ലസ് 2 ദാറ്റ് ഈസ് 2 into 4 എത്ര 8 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര 10. അപ്പൊ എന്നുള്ളടത്ത് 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ടാം പദം അല്ല കിട്ടുന്നത്. എന്താണ്, ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. എന്നുള്ളടത്ത് 2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ് നമുക്ക് കിട്ടുന്നത്. എന്ത്, എന്നുള്ളടത്ത് 2 ഇട്ട് കൊടുത്ത 10. ഫസ്റ്റ് ടൈം നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഫസ്റ്റ് ടൈം 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് സെക്കൻഡ് ടൈം അറിയത്തില്ല, സെക്കൻഡ് ടൈം അതേപോലെ എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇതിന്റെ അകത്ത് നിന്ന് സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം 10 ഈ പ്ലസ് 3 ഈക്വൽ ഇപ്പുറം വരും -3 ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 10 - 3 എത്രയാണ് 7. അപ്പൊ ഫസ്റ്റ് ടൈം ആയ എന്താണ് 3 കിട്ടി, സെക്കൻഡ് ടൈം ആയ 7 കിട്ടി. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് ശ്രേണി എഴുതുന്നത്, ആദ്യം ഫസ്റ്റ് ടൈം പിന്നെ സെക്കൻഡ് ടൈം അങ്ങനെയല്ലേ എഴുതുന്നത്. ഇവിടെ ഫസ്റ്റ് ടൈമിന്റെ അവിടെ എന്ത് എഴുതും 3, 7 എക്സെട്ര. ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് ഫസ്റ്റ് ടൈം എഴുതാം എഫ് ഈസ് ഈക്വൽ ടു എന്താണ്, എഫ് ഈസ് ഈക്വൽ ടു 3, ഡി ഈസ് ഈക്വൽ ടു 7 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലെ. ഇനി നമ്മുടെ എക്സ് എന്നിന്റെ ഇക്വേഷന്റെ അകത്ത് ഇട്ട് കൊടുക്കുക. എന്തായാലും നമ്മുടെ എക്സ് എന്നിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ആദ്യം നമ്മൾ പഠിച്ച എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4n പ്ലസ് എഫിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം 3 - 4. തെറ്റിക്കരുത്, മൈനസ് വരുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4n പ്ലസ് 3 - 4 എത്ര -1. നോക്കിയേ 4n പ്ലസും മൈനസും കൂടെ ആവുമ്പോൾ പ്ലസ് ഇൻറ്റു മൈനസ് അല്ലെ, പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ് -1. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് nth ടേം. സിമ്പിൾ അല്ലേ. നമുക്ക് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനോട്ട് പോവാം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്, n സ്ക്വയർ മൈനസ് 2n. അപ്പൊ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് n സ്ക്വയർ മൈനസ് 2n. ഇതിനകത്ത് നമുക്ക് ആദ്യം n ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കാം 1 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും 1 സ്ക്വയർ മൈനസ് 2 into 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ 1 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്ത് കിട്ടി -1 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്നുള്ളടത്ത് എന്തിട്ട് കൊടുക്കാം, എന്നുള്ളടത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം 2 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്നുള്ളടത്ത് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും പറ, നിങ്ങൾ കൂടെ പറയണം. അപ്പൊ എന്ത് കിട്ടും 2 സ്ക്വയർ മൈനസ് 2 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 - 2 into 2 4 ദാറ്റ് ഈസ് ഓൾസോ 0. അപ്പൊ എന്നുള്ളടത്ത് 2 ഇട്ട് കൊടുത്തപ്പോൾ 0 കിട്ടിയ 0 വന്നെന്ന് പറഞ്ഞ് പേടിക്കേണ്ട, നമ്മൾ പഠിച്ച അതേപോലെ തന്നെ നിങ്ങൾ എഴുതുക. എന്താണ് നമ്മൾ പഠിച്ചത്, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ് നമുക്ക് എന്ത് ഈ എന്നുള്ളടത്ത് 2 ഇട്ട് കൊടുത്ത 0. ഫസ്റ്റ് ടൈം നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ് -1. അപ്പൊ -1 പ്ലസ് സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു എന്താണ് 0. ഇതിന്റെ അകത്ത് നമുക്ക് സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 0. ഈ -1 ഈക്വൽ അപ്പുറം +1 ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു എത്ര കിട്ടി 1. അപ്പൊ ഫസ്റ്റ് ടൈം എത്ര കിട്ടി, ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം -1 കിട്ടി, സെക്കൻഡ് ടൈം 1 കിട്ടി. നമുക്ക് നമ്മുടെ ശ്രേണി എഴുതാം. എങ്ങനെയായിരുന്നു നമ്മൾ ശ്രേണി എഴുതുന്നത്, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം അന്നല്ലേ എഴുതുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം ഇവിടെ എത്രയാണ് -1, സെക്കൻഡ് ടൈം എത്രയാണ് 1 എക്സെട്ര. ഇനി നമുക്ക് എന്തിട്ട് കൊടുക്കാം, നമ്മുടെ ഇക്വേഷൻ അത് എഫ് ഈസ് ഈക്വൽ ടു -1, ഡി ഈസ് ഈക്വൽ ടു എത്രയാണ് 1 - -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 2 ആണ്. നമ്മുടെ എക്സ് എന്നിന്റെ ഇക്വേഷൻ എന്താണ്, എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിയുടെ സ്ഥാനത്ത് എന്ത് എഴുതും, ഡിയുടെ സ്ഥാനത്ത് എന്താണ് നമുക്ക് കിട്ടിയത് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് എഫിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കും എഫ് മൈനസ്, അപ്പൊ -1 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 2n പ്ലസ് -1 - 2 എത്രയാണ് -3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2n മൈനസ് ഇൻറ്റു പ്ലസ് എത്രയാണ് -3. ഡൗട്ട് ഉണ്ടോ? അപ്പൊ എക്സ് എൻ കിട്ടിയില്ല.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡി പാർട്ട് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഡി പാർട്ട് ക്വസ്റ്റ്യൻ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. എന്താണ് ഡി പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. എസ് എൻ തന്നിട്ടുണ്ട്. എത്രയാണ് എസ് എൻ ഇവിടെ തന്നിരിക്കുന്നത്? 2n² - n. അപ്പൊ ആദ്യം n ഉള്ളിടത്ത് എന്തിട്ട് കൊടുക്കുക? 1 ഇടുക. നിങ്ങൾ തന്നെ പറയാം, എന്നുള്ള 1 ഇടുമ്പോൾ 2 × 1² - 1. 2 × 1² എത്ര? 2 × 1² എന്ന് പറയുന്നത് 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ n 1 കിട്ടിയപ്പോ നമുക്ക് അപ്പൊ തന്നെ എഴുതാം എന്താണ്? therefore ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 2. ഇനി n ഉള്ളിടത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? n ഉള്ളിടത്ത് 2 ഇട്ട് കൊടുക്കുക. അപ്പൊ n ഉള്ളിടത്ത് 2 ഇട്ട് കൊടുക്കുമ്പോ എന്ത് വരും? പറ. 2 × 2² - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2² എത്ര? 2 × 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പൊ ഈ 6 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ച എന്താണ്? ഫസ്റ്റ് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും കൂടെ തുകയാണ് 6. ഫസ്റ്റ് ടൈം നമുക്കറിയാം എത്രയാണ്? 2. അതായത് 2 പ്ലസ് എന്താണ്? സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു എത്രയാണ്? 6. ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു എന്ത് വരും? 6. ഈ പ്ലസ് 2 ഈക്വൽ അപ്പുറം പോകുമ്പോൾ എന്താവും? -2. ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 4. അപ്പൊ ഫസ്റ്റ് ടൈമും കിട്ടി, സെക്കൻഡ് ടൈമും കിട്ടി. കിട്ടിയില്ലേ? നമ്മൾ എങ്ങനെയാ ശ്രേണി എഴുതുന്നത്? എങ്ങനെയാ? ആദ്യം ഫസ്റ്റ് ടൈം, പിന്നെന്താണ്? സെക്കൻഡ് ടൈം. അപ്പൊ ഫസ്റ്റ് ടൈം എഴുതിയിട്ട് സെക്കൻഡ് ടൈം, അങ്ങനെയാണല്ലോ ശ്രേണി. ഫസ്റ്റ് ടൈം ഇവിടെ എത്ര ഉണ്ട്? 2, സെക്കൻഡ് ടൈം എത്രയാണ്? 4 എക്സെട്ര. എഫ് ഈസ് ഈക്വൽ ടു നമുക്കപ്പോ എന്ത്? എഫ് ഈസ് ഈക്വൽ ടു 2. ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 2 ദാറ്റ് ഈസ് ഓൾസോ 2. therefore ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ xn. xn ഈസ് ഈക്വൽ ടു എന്താണ്? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു xn ഈസ് ഈക്വൽ ടു ഡി ഉള്ളടുത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഡി ഉള്ളടുത്ത് നമ്മുടെ 2 ഇടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2n പ്ലസ് എഫ് ഉള്ളടുത്ത് എന്തിട്ട് കൊടുക്കാം? 2 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു xn ഈസ് ഈക്വൽ ടു 3 2n പ്ലസ് 2 - 2 0. xn ഈസ് ഈക്വൽ ടു 2n. സിമ്പിൾ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കൃത്യമായി പഠിച്ചു പോകും. ഓക്കെ. അപ്പം ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്, ലാസ്റ്റത്തെ ഭാഗം അല്ലെ? ലാസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ. മക്കളെ ഇതെല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇന്ന് ഞാൻ പഠിപ്പിച്ച ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് അതിന്റെ ഉത്തരം എനിക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഓരോ കമന്റുമായിരിക്കും എനിക്ക് അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തിക്കാനുള്ള മോട്ടിവേഷൻ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് കമന്റ് ചെയ്യും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യും, മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അതുവരേക്കും ഗുഡ് ബൈ.